അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ ഫഖാൽ യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ ഇഹ്ഫളില്ലാ യഹ്ഫളുക ഇഹ്ഫളില്ലാ തജിദുഹു തുജാഹക إذا سألت فاسأل الله وإذا استعنت فاستعن بالله واعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك إلا بشيء قد كتبه الله لك ولو اجتمعوا على أن يضروك بشيء لم يضروك إلا بشيء قد كتبه الله عليك رفعت الأقلام وجفت الصحف. പ്രിയമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഒരു വചനമാണ് നാം ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. പ്രവാചകൻ്റെ മഹത്തായ ചില വസിയ്യത്തുകളും മതത്തിൻ്റെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ നബിവചനം. 3 കാര്യങ്ങളാണ് ഹദീസ് പ്രതിപാദിക്കുന്നത്. ഒന്ന്, ഇഹ്ഫളില്ല യഹ്ഫളുക ഇഹ്ഫളില്ല തജിദുഹു തുജാഹക്. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തിലൂടെ അർത്ഥമാക്കുന്നത്? ഓരോ വിശ്വാസിയും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, ഇതൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന പരിധിയിൽപ്പെടുന്നതാണ്. കാരണം അള്ളാഹു എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. ഖുർആൻ പറയുന്നത് ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, നിന്റെ റബ്ബ് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ബോധം നിന്റെ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും ഉണ്ടാവണം എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ എല്ലാ വിഷയങ്ങളിലും, നിന്റെ വിശ്വാസത്തിൻ്റെ, നിന്റെ ജീവിതത്തിൻ്റെ, നിന്റെ മതത്തിൻ്റെ, നിന്റെ മറ്റു കാര്യങ്ങളിൽ എല്ലാറ്റിലും അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അങ്ങനെ അവനെ സൂക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് നിന്റെ മുന്നിൽ അവനെ കണ്ടെത്താൻ കഴിയുമെന്നാണ്. അഥവാ നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ, നിനക്കുണ്ടാകുന്ന വിഷമങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ എല്ലാറ്റിനും ഒരു സഹായിയായിട്ട് എല്ലാ സമയത്തും അള്ളാഹുവിനെ നിന്റെ കൂടെ കാണാൻ നിനക്ക് സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഉള്ള വിശ്വാസം, ആ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ അവനെ ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ട് പോയ ആളുകളുടെ ചരിത്രങ്ങൾ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അള്ളാഹു എങ്ങനെയാണ് സംരക്ഷിച്ചത്? നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം, അഥവാ ഗുഹാനിവാസികൾ. ആ ഗുഹാനിവാസികൾ അവരുടെ സ്വദേശവും അവരുടെ നാടും അവരുടെ വീടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്താണ് രക്ഷപ്പെടാനുള്ള കാരണം? അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിച്ചുകൊണ്ട് അവർക്ക് ഇബാദത്തെടുത്ത് ജീവിക്കുവാനുള്ള ആ നാട്ടിലെ രാജാവിൻ്റെ കൽപ്പന വരികയാണ്. അതിന് ഒരിക്കലും തന്നെ അവരോട് രാജിയാവാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് തങ്ങളുടെ നാട്ടിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ഗുഹയിൽ അകപ്പെടുകയും ചെയ്യുന്നത്. പക്ഷെ അള്ളാഹു പറയുന്നത് ആ ഗുഹയിൽ എത്തിപ്പെട്ട സന്ദർഭത്തിൽ അതിൽ പ്രവേശിച്ചുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആ യുവാക്കൾ, അവരെ കുറിച്ച് ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? ഫഖാലു റബ്ബുന, അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബുന, ഞങ്ങളുടെ നാഥ. ആ അള്ളാഹുവുള്ള വിശ്വാസമാണ്, ഈമാനാണ്. അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ കഷ്ടപ്പാടുകൾ, ഞങ്ങൾ അകപ്പെട്ട ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷ നൽകണമേ. അള്ളാഹു പറയുന്നത് ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ, അള്ളാഹുവിന്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുക. ഒരുപാട് വർഷം അള്ളാഹു അതിൽ അവരെ ഉറക്കിക്കളഞ്ഞു. അത് അള്ളാഹുവിന്റെ ഒരു സംരക്ഷണമാണ്. അവിടെ ആളുകളുടെ കണ്ണുകളിൽ അകപ്പെടാതെ, ആ നാട്ടുകാരുടെ അക്രമങ്ങൾക്ക് ഇരയാവാതെ അള്ളാഹു അവരെ സംരക്ഷിക്കുകയാണ്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ
അവന്റെ ഈമാനിനെ, അവന്റെ വിശ്വാസത്തെ, അതേപോലെ തന്നെ തെറ്റുകളിൽ നിന്ന്, ലലാലത്തിൽ നിന്ന്, അതേപോലെ തന്നെ ലുലുമാത്തുകൾ, മറ്റുവിധ പ്രയാസങ്ങൾ എല്ലാറ്റിൽ നിന്നും അള്ളാഹു അയാളെ സംരക്ഷിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം ഖുർആൻ തന്നെ നമ്മൾക്ക് ഉദ്ധരിച്ചു തരികയാണ്. യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ ആഗ്രഹത്തിലേക്ക് വശീകരിക്കുവാൻ അസീസിന്റെ ഭാര്യ ശ്രമം നടത്തിയതായി ഖുർആൻ പരാമർശിക്കുന്നു. പക്ഷെ എന്തുണ്ടായി? അവളുടെ മനസ്സ് ആ പൈശാചികമായ ഒരു വിഭാഗത്തിലേക്ക്, അല്ലെങ്കിൽ പൈശാചികമായി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. അള്ളാഹു പറയുന്നത് വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹ ലൗലാ അൻ റആ, തീർച്ചയായിട്ടും അവൾക്ക് അവനിൽ ആഗ്രഹമുണ്ടായി, അദ്ദേഹത്തിന് അവളിലും ആഗ്രഹമുണ്ടാകുമായിരുന്നു. ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി, തന്റെ റബ്ബിന്റെ ആ ബുർഹാൻ, തെളിവിൽ, അദ്ദേഹത്തിനുള്ള വിശ്വാസം അത് ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അവളിലും തന്നെ ആഗ്രഹം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അള്ളാഹു പറഞ്ഞു കദാലിക ലിനസ്രിഫ, തീർച്ചയായിട്ടും അപ്രകാരം, ലിനസ്രിഫ, അദ്ദേഹത്തെ നാം മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി. എന്ത് മാറ്റിക്കൊടുക്കുന്നതിന്? ലിനസ്രിഫ അൻഹുമു സൂഅ വൽ ഫഹ്ശാ, മ്ലേച്ഛവും മോശവുമായ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന്, അദ്ദേഹത്തെ തടയുന്നതിന് വേണ്ടി നാം അങ്ങനെ ആക്കിക്കൊടുക്കുകയായിരുന്നു. അതിന് പ്രേരിപ്പിച്ചത് അള്ളാഹുവിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്, അള്ളാഹുവിലുള്ള സൂക്ഷ്മതയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യഹ്ഫളില്ലാ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ആ പ്രവാചകനെ കുറിച്ച്, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരായ ഇഖ്ലാസുള്ള ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരെ അള്ളാഹു സംരക്ഷിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ആദ്യ ഭാഗത്തും പ്രതിപാദനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈമാൻ, നമ്മൾ അള്ളാഹുവിനെ, അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അവൻ കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ, അവനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവൻ നമ്മൾ വിചാരിക്കാത്തൊരു മാർഗത്തിലൂടെ അവൻ നമ്മളെ സംരക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സമയങ്ങളിലും കിടക്കാൻ പോകുമ്പോൾ, വിരിപ്പിലേക്ക് പോകുമ്പോൾ നബി തിരുമേനി പ്രാർത്ഥിക്കാറുണ്ട്, ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഹ്ഫൾഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്സാലിഹീൻ. അതായത് നബി തിരുമേനിയുടെ ദുആ തീർച്ചയായിട്ടും, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാനിതാ ഉറങ്ങാൻ പോകുന്നു, പക്ഷേ അങ്ങനെ എൻ്റെ ഉറക്കിൽ നിന്ന് നീ എന്നെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ നീ അതിനോട് കാരുണ്യവും ആ എൻ്റെ നഫ്സിനെ, എൻ്റെ ശരീരത്തെ നീ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഏതുപോലെ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്സാലിഹീൻ, നിന്റെ നല്ലവരായ സച്ചരിതരായ ആളുകളുടെ ആ വിശ്വാസത്തെയും അവരുടെ ആത്മാവിനെയും ഒക്കെ നീ സംരക്ഷിക്കുന്നത് പോലെ നീ അവരെ സംരക്ഷിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇഹ്ഫളില്ലാ യഹ്ഫളുക ഇഹ്ഫളില്ലാ തജിദുഹു തുജാഹക്, നിന്റെ മുമ്പിൽ നിനക്ക് അവനെ കണ്ടെത്താൻ കഴിയും, നീ അവനെ സൂക്ഷിക്കുകയാണെങ്കിൽ. അതെങ്ങനെയാ? നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്തൊരു മാർഗത്തിലൂടെ അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുകയാണ്. അതാണ് നബി തിരുമേനി പറഞ്ഞത്, ഇഹ്ഫളില്ലാ തജിദുഹു തുജാഹക്, നിന്റെ മുമ്പിൽ നിനക്ക് അവനെ കണ്ടെത്താൻ കഴിയും. അത് അള്ളാഹുവിന്റെ സഹായമാണ്. അതേപോലെ തന്നെ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതുകൊണ്ട് പണ്ഡിതന്മാർ, ഉലമാക്കൾ പറഞ്ഞൊരു കാര്യം, അൽ മഖ്സൂദ് ബിസ്സുആലി ഹുനാ അദ്ദുആ, ഇവിടെ യഥാർത്ഥത്തിൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, അഥവാ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദുആയാണ്, പ്രാർത്ഥനയാണ്. കാരണം എന്താ? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അതായത് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്ത്? ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്,
ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. എന്നാൽ അതേപോലെ തന്നെ നീ എന്തെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ ഫഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് തന്നെ. നമ്മൾക്കറിയാം, നമസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ തക്ബീർ കെട്ടി ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്പിയാക്കളും സാലിഹീങ്ങളും സലഫുകളും അതേപോലെ തന്നെ എല്ലാ പൂർവികരായ ആളുകളൊക്കെ അവർ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിനോട് മാത്രമേ അവർ അക്കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അതേപോലെ തന്നെ യൂനുസ് നബി അലൈഹിസ്സലാം, ഇവരുടെയൊക്കെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. ഖുർആൻ തന്നെ പറയുന്നു, ആ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് അകപ്പെട്ട അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്താണ്? ഫനാദാ ഫിൽ ളുലുമാതി, അദ്ദേഹം ആ അന്ധകാരങ്ങളിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നീ അല്ലാതെ ഒരാരാധ്യനില്ല, അള്ളാഹുവേ ഞാൻ അക്രമങ്ങളിൽ പെട്ടുപോയിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു ഫസ്തജബ്നാ ലഹു വനജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ മറുപടി, ആ മത്സ്യത്തിന്റെ എത്രയോ ആഴിയിലുള്ള മത്സ്യത്തിന്റെ വയറ്റിന്റെയും ഉള്ളിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആരും? യൂനുസ് നബി അലൈഹിസ്സലാം. അപ്പൊ അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം അള്ളാഹുവിനോട് മാത്രം തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായിട്ടും അള്ളാഹുവേ നീ പരിശുദ്ധനാണ്, സുബ്ഹാനക. അപ്പോ അള്ളാഹു അതിന് ഉത്തരം കൊടുക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചു. അങ്ങനെ അദ്ദേഹത്തെ മാത്രമല്ല, കദാലിക നുൻജിൽ മുഅ്മിനീൻ, അങ്ങനെ അല്ലെങ്കിൽ അപ്രകാരം സത്യവിശ്വാസികളെ നാം സംരക്ഷിക്കും, രക്ഷപ്പെടുത്തുമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ അദ്ദേഹം എങ്ങാനും അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമിൻ യുബഅസൂൻ. അല്ലാഹു അക്ബർ. നിങ്ങൾ നോക്കൂ, അവിടെ പറയുന്നത് അവിടെ വെച്ച് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, അതായത് ആ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം അവശേഷിക്കുമായിരുന്നു, ബാക്കി നിൽക്കുമായിരുന്നു. ഇലാ യൗമിൻ യുബഅസൂൻ, ആളുകളെ പുനർജനിപ്പിച്ച് ഖിയാമത്ത് നാളിൽ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ അങ്ങനെ തന്നെ ആകുമായിരുന്നു എന്ന്. അപ്പൊ അദ്ദേഹം എന്തു പറഞ്ഞു? സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിനക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ. അപ്പൊ അതുകൊണ്ട് നീ അല്ലാഹുവിനോട് ചോദിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. എന്നാൽ നമ്മൾക്കറിയാം മറ്റു ചില വിഷയങ്ങൾ, അഥവാ മനുഷ്യർക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ അവർ പരസ്പരം സഹായിക്കുന്നത് കൊണ്ടും അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നതിനെയും ഇസ്ലാം വിരോധിക്കുന്നില്ല. പ്രവാചകന്മാർ അപ്രകാരം പ്രവർത്തിക്കുകയും അവർ മറ്റുള്ളവരുടെ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മനുഷ്യന്റെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ അയാൾ ചോദിക്കുവാനും ആവശ്യപ്പെടാനും പാടുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾക്കറിയാം എത്രയോ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പലപ്പോഴും മനുഷ്യരുടെ സഹായത്തിൽ അല്ലെങ്കിൽ അവർക്ക് സഹായിക്കാൻ പറ്റുന്നതാണ്. അത്തരം കാര്യങ്ങളിൽ നമ്മൾ അവരോട് സഹായം ചോദിക്കാം. പക്ഷെ അതിൽ പോലും ഇസ്ലാമിന്റെ പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട്, ഒരാൾക്ക് കഴിവുണ്ടാവുകയും ആ കഴിവ് അയാൾ അതനുസരിച്ച് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് മറ്റുള്ളവരെ പരമാവധി ആശ്രയം ഒഴിവാക്കിക്കൊണ്ട് നല്ല രൂപത്തിൽ സ്വയം അധ്വാനിച്ചുകൊണ്ട് ജീവിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മൂന്നാമത്തെ ഹദീസിന്റെ ഭാഗം എന്താണ്? പ്രവാചകൻ വളരെ ശ്രദ്ധയോടെ പറഞ്ഞു, വഅലം, നീ അറിയണം. എന്താണ് അറിയേണ്ടത്? ലൗ അന്നൽ ഉമ്മ ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. നിനക്ക് ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടാ, അവർ തീരുമാനിക്കുകയാണ് എന്തിന്? നിനക്കൊരു കാര്യം നേടിത്തരണം, നിനക്കൊരു നന്മ ഉണ്ടാക്കി തരണം. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? ആ കാര്യം നിനക്ക് വരണം അല്ലെങ്കിൽ നിനക്ക് നൽകണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആ കാര്യം നേടിത്തരാൻ അവർക്കൊരിക്കലും തന്നെ സാധിക്കുകയില്ല. വലൗ ഇജ്തമഉ അലാ അൻ യളുറൂക ബിശൈഇൻ ലം യളുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. അതായത് നിനക്കൊരു തിന്മ വരുത്താൻ അല്ലെങ്കിൽ ഒരു അപകടം വരുത്താൻ, ഒരു അപായം വരുത്താൻ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടാ നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കണം.
അതേപോലെ തന്നെ നിനക്ക് എന്തെങ്കിലും ഒരു അപകടം വരുത്തണം, പക്ഷേ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വരുത്താൻ അവർക്ക് സാധിക്കുകയില്ല. എന്താണ് കാരണം? റുഫിഅത്തിൽ അഖ്ലാം വജുഫത്തി സുഹഫ്, പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ രേഖകൾ വറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഖലാ ഖദറിലുള്ള വിശ്വാസമാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും അത് അള്ളാഹു നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പോൾ ആളുകൾ പരസ്പരമുള്ള സഹായങ്ങൾ, അതേപോലെ തന്നെ അവർ നമ്മളെ സഹായിക്കുന്നത്, അതൊക്കെ അള്ളാഹു നേരത്തെ തീരുമാനിച്ചതിനനുസരിച്ചാണ് നടക്കുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖദ്ദറ അല്ലാഹു മഖാദീറൽ ഖലായിഖി ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർളി ബി50,000 സന. അതായത് അള്ളാഹു ആകാശഭൂമികളുടെ എല്ലാ കാര്യങ്ങളും അവയെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് 50,000 വർഷം മുമ്പ് എല്ലാ കാര്യങ്ങളും കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കാക്കിയതുപോലെ തന്നെ എല്ലാം സംഭവിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. അവനെ പേടിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിന്റെ 3-ാമത്തെ ഭാഗത്ത് പറയുന്നത്. നമ്മൾക്കറിയാം, എല്ലാവർക്കും അറിയാം, 5 നേരം നമസ്കരിക്കുന്ന ഒരു മുസ്ലിം ആ നമസ്കാരത്തിന്റെ ഓരോ ഫർള് നമസ്കാരത്തിന്റെ ശേഷം പറയുന്നുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയതിനെ തടുക്കാൻ ഒരാളുമില്ല, നീ തടുത്തതിനെ നേടിത്തരാൻ ഒരാളുമില്ല. അപ്പൊ അതാണ് നമ്മുടെ ഈമാൻ, അതാണ് നമ്മുടെ വിശ്വാസം. അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും തന്നെ തടുക്കാൻ സാധിക്കുകയില്ല. ഇത് പറയാനുള്ള മറ്റൊരു കാരണം, മക്കയിലുണ്ടായിരുന്ന കപടവിശ്വാസികൾ അവർ പ്രവാചകനോട് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തത് കൊണ്ടാണ് അവർ യുദ്ധത്തിൽ മരണപ്പെട്ടത്. ഞങ്ങളുടെ വാക്ക് കേൾക്കുകയും യുദ്ധത്തിന് പോകാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ മരിക്കുകയില്ലായിരുന്നു എന്ന് മദീനയിലുണ്ടായിരുന്ന കപടവിശ്വാസികളായ മുനാഫിക്കുകളായ ആളുകൾ പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുല്ലൻ യുസീബന, ഞങ്ങളെ പ്രവാചകരെ നിങ്ങൾ അവരോട് പറയുക, എന്ത്? ലൻ യുസീബന, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാ, അള്ളാഹു ഞങ്ങൾക്ക് എഴുതി വെച്ചതല്ലാതെ, ഞങ്ങൾക്ക് കണക്കാക്കിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും തന്നെ യാതൊന്നും സംഭവിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയതാണ്, അത് അള്ളാഹു നേരത്തെ എഴുതി വെച്ചതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, റുഫഅത്തിൽ അഖ്ലാം വജുഫത്തി സുഹഫ്, അഥവാ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, പിന്നെ പേജുകൾ വറ്റിയിരിക്കുന്നു. അതെല്ലാം നേരത്തെ തീരുമാനിച്ചതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീവിയെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റൊരാള് ഒരു സാഹിറിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. കാരണം തീർച്ചയായിട്ടും ഒന്നും തന്നെ നമ്മൾക്ക് സംഭവിക്കുകയില്ല, അള്ളാഹു നമ്മൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതേപോലെ തന്നെ സഹായം അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, 3-ാമത്തേത് ഖദറിലുള്ള വിശ്വാസം. ഇത് 3ഉം നമ്മുടെ ജീവനായി, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ ഉൾക്കൊള്ളുകയും അങ്ങനെ ഈ ഹദീസിനെ മനസ്സിലാക്കി ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ വളരെ വലിയ ഒരു മതത്തിന്റെ വലിയൊരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ജീവിക്കുവാനും അങ്ങനെ പ്രവർത്തിക്കുവാനും ശ്രമിക്കുക. അള്ളാഹു അത്തരക്കാരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.